നമ്മളെ നാട്ടിലേക്ക് പോകട്ടോ ഒരു 20 ദിവസത്തേക്ക്. അപ്പം പലരുടെയും പ്രശ്നമാണ് ഒരു വണ്ടി ഒരു 20 അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെ നിർത്തിയിട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോകുന്നു, തിരിച്ചു വരുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വണ്ടി നിർത്തിയിട്ട് പോകുമ്പോൾ, ലോങ് ടൈമിൽ നിർത്തിയിട്ട് പോകുമ്പം എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. നമ്മളപ്പോൾ 1 മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വണ്ടി നിർത്തിയിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററി ഡ്രെയിൻ ആവുക, അതൊരു പ്രശ്നമാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കരുത്. വണ്ടീൻ്റെ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും റിലീസ് ചെയ്ത് വെക്കുക. റിലീസ് ചെയ്ത് ഗിയറിലിട്ട് വെച്ചേക്കുക വണ്ടി. കാരണം ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേകിച്ച് നനഞ്ഞൊക്കെ വന്ന സമയമൊക്കെയാണ്, മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടയറിൻ്റെയും ബ്രേക്ക് ഷൂവിൻ്റെയൊക്കെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഉണ്ട്, ചെളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു ബ്രേക്ക് ജാം ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോങ് ടൈം നിർത്തിയിടുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, വണ്ടീൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് വെക്കുക. ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിടാം. കാരണം എപ്പോഴും ലോങ് ടൈം നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് ഏറ്റവും പ്രശ്നം വരുന്ന സംഭവം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 10ൻ്റെ സ്പാനർ വേണം. ശേഷം നമ്മൾ വരിക, ബോണറ്റ് ഓപ്പൺ ചെയ്യുക. ബോണറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാറ്ററീൻ്റെ കവറ് മാറ്റുക, ബാറ്ററീൻ്റെ ബോക്സ് മാറ്റുക. ഇത് മെല്ലെ എടുത്ത് മാറ്റി വെച്ചേക്കുക. നമുക്ക് ബാറ്ററി കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാറ്ററിക്ക് 2 ടെർമിനലാണ്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും കൃത്യമായിട്ട്. ഇതല്ല, ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. പിന്നെ കളർ കോഡ് ഉണ്ടാവാറുണ്ട്. സാധാരണ പോസിറ്റീവിന് ഇവിടെ റെഡ് ഒരു ക്യാപ്പ് ഉണ്ടാവാറുണ്ട്. അത് റെഡ് വയർ അതിൽ വരുന്നുണ്ട്. ഉള്ളിലാണ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നെഗറ്റീവിൽ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലാണ്. കാരണം നെഗറ്റീവ് ആദ്യം തന്നെ ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 10ൻ്റെ സ്പാനറുണ്ട്. നല്ല ഇവിടുന്ന് ഈ ഒരു ഇതങ്ങ് ഊരുവാണെങ്കിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നട്ട് ഊരി നമ്മളിത് മെല്ലെ സാധനം ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ്. നെഗറ്റീവ് ടെർമിനൽ നമ്മൾ റിമൂവ് ചെയ്തു. ഇതിവിടെ മാറ്റി വെച്ചാൽ മതി. സംഭവം കഴിഞ്ഞു. ഇനി വണ്ടീൻ്റെ ബാറ്ററി ഡ്രെയിനായി പോവുമെന്നോ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാകത്തില്ലെന്നോ ഒന്നും പേടിക്കണ്ട. ഇനി സ്റ്റാർട്ടായില്ലെങ്കിൽ അത് 10 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് അറിയാം. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, തിരിച്ചു വന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോയിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് ഡൗൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സിമ്പിളാണ്. ഞാൻ വന്നു കഴിയുമ്പോൾ സ്റ്റാർട്ടായ ബാക്കി പറഞ്ഞുതരാം. ഇങ്ങനെ ബാറ്ററിയൊക്കെ ഊരിയതിന് ശേഷം എല്ലാ ഡോറും നമ്മൾ മാനുവലി ലോക്ക് ചെയ്യണം കേട്ടോ. കാരണം സെൻട്രൽ ലോക്ക് പിന്നെ വർക്കാവത്തില്ല. അത് മറന്നു പോയത്. നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകുന്നതെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം എല്ലാ ഡോറും തുറന്നിട്ട് നമ്മളിത് ഇങ്ങനെ മാനുവലി സംഭവം ലോക്ക് ചെയ്ത് കൊണ്ട് വെക്കുക. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കും. അതുപോലെ ലൈറ്റുകളും കാര്യങ്ങളൊന്നും കത്തുന്നില്ല, അതൊന്നും കത്താൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാറ്ററി റിമൂവ് ചെയ്യുക, ഡോറുകളെല്ലാം തുറന്ന് മാനുവലി അടച്ച് വെക്കുക, ലോക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുക.